വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗും. ഒരു പ്രാവശ്യം കൂടെ കൂടി വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ആഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് കർത്താവ് യേശുക്രിസ്തു ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റുന്ന എല്ലാവരെയും നശിപ്പിച്ച ബോസ്രയിൽ നിന്ന് അവിടുന്ന് എനിക്ക് തോന്നുന്നത് 100 ചില്ലുവാനം മൈലാണ് ബോസ്രയിൽ നിന്ന് യെരുശലേം ടെമ്പിളിലേക്ക് അവിടത്തേക്ക് വന്നിട്ട് യെരുശലേം അവിടുത്തെ ദേവാലയത്തിലെ കിഴക്കേ വാതിൽ കൂടെ ഈസ്റ്റേൺ ടെമ്പിൾ കൂടെ കടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതേ സമയത്ത് കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള ചരിത്രം അത് പല പ്രാവശ്യം തുറക്കുവാൻ ശ്രമിച്ചതും ചരിത്രവും എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിവരിക്കുകയുണ്ടായി. എന്നാൽ ക്ലാസിന്റെ അവസാനം സിസ്റ്റർ മേരി ജോർജ് ഒരു ചോദ്യം ചോദിച്ചു, 24-ാം സങ്കീർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. പുറകാലെ പിന്നെ ഇന്ന് പറയാമെന്ന് ഞാൻ അത് പ്രസ്താവിച്ചു. അത് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തരികയാണ്. ചിലപ്പോൾ ആരോടെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാം ഓർത്തൊന്നും വരികയില്ല. നമ്മളത് ശരിക്കും വായിച്ചിട്ട് ഉത്തരം പറയായിരിക്കും നല്ലത്. എന്നാൽ ചില സമയത്ത് യാത്രയിലാണെങ്കിലും പിന്നെ ഒരിക്കലും കാണുകയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന രീതിയിൽ ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വായിക്കണം എന്ന് ഞാൻ 80 പരം പ്രായമായി. അതുകൂടാതെ ബ്രെയിൻ സർജറി ചെയ്തുകൊണ്ട് ആ 24-ാം സങ്കീർത്തനം വാക്യങ്ങളൊന്നും അന്നേരം ബേബി ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാനിത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കമന്ററികളിൽ ഒന്നും പറയുന്ന ഇത് പഴയ കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഇത് ഡിസ്പെൻസേഷൻ ആ രീതി വെച്ച് പഠിക്കുമ്പോൾ സൗരി ചോദ്യം ചോദിച്ചതിന് ഡിസ്പെൻസേഷന്റെ ഫോർമുല അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോഴ് ഞാൻ ഇപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കമന്ററി ഉണ്ട്, മാർക്ക് ഹെൻറി കമന്ററി. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ഞാൻ വായിക്കാം. We may also apply to the ascension of Christ into heaven and the welcome given to him there. Our Redeemer found the gates of heaven shut, but having by his blood made atonement for sin. അതാണ് പറഞ്ഞിരിക്കുന്നത്. 24-ാം സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് വേറൊരാൾ പറഞ്ഞിരിക്കുന്നത്, this chapter serves as a prelude to the triumphant entry of the Ark of the Covenant into Jerusalem described in 2 Samuel 6. ഇത് നമ്മൾ 24-ാം സങ്കീർത്തനത്തിൽ ചോദിച്ചെങ്കിൽ എന്തോ അവിടെ പറയുന്ന ഒന്ന് വായിച്ചാട്ട് സൗര്യമാ. 24-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെ വായിക്കുക. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. താങ്ക് യു വെരി മച്ച്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്യു ഹെൻറിയും ഇവിടെ സ്പർജനും എല്ലാ കമന്ററികളും സങ്കീർത്തനത്തിന് എഴുതിയിരിക്കുന്നത് അവര് പ്രൊട്ടറിസ്റ്റ് വ്യൂ എന്ന് പറയും. പ്രൊട്ടറിസ്റ്റ് AD 70 എല്ലാം കഴിഞ്ഞു പോയി. അവരാരും ഉൾപ്രാവണം, അതാ റാപ്ചർ, ട്രിബുലേഷന് 1000 ആണ്ട് വാഴ്ചയിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. സ്റ്റാർട്ടിങ് ഫ്രം റോമൻ കാത്തലിക്സ്, ഈവൻ സം എമംഗ് ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് അതേഴ്സ് ഓൾസോ. അവര് വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ സ്ഥാപിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം അത് സിംബോളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാ സംഗതികളും ഇസ്രായേലിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രവചനങ്ങളും AD 70 റോമ സൈന്യം യെരുശലേം ടെമ്പിൾ തകർത്തപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിന്റെ പേരിൽ ആ ബേസിസിലാണ് മാത്യു ഹെൻറിയും സ്പർജനും എല്ലാവരും റിഫോംഡ് തിയോളജി. അവർക്കത് പിടികിട്ടുകയില്ല. അന്നേരം അപ്പം ബേബി ചോദിച്ചത് സ്പെഷ്യൽ ഫോർമുല അറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ അതിനെ കംപ്ലീറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അത് ചോദിച്ചതിന് വളരെ നന്ദി. അപ്പൊ അവര് ജനറലായിട്ട് പറയുന്നത് എല്ലാം വെളിപാട് പുസ്തകം എല്ലാം ഇത് മെറ്റഫറിക്കലാണ് പറയുന്നത്, ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലെന്നാ പറയുന്നത്. എന്നാൽ ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ദാവീദ് രാജാവ് അവരെ ജബൂസൈനെ തോപ്പിച്ച് അവിടെ ഇസ്ലാമിൽ കയറിയതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ പല കാര്യങ്ങളിലും ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ദാവീദ് അവിടെ പ്രവേശിച്ച ഒരു സംഗതിയുണ്ട്. എന്നാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ദാവീദ് പുത്രൻ
കയറുന്നതിനെ കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൂടാതെ വേറൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ഒരു ഭാഗത്ത് ഏതാഴ്ചയാണെന്ന് പറയുക ട്രാൻസ് ഹ്യൂമനിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഭാവിയിലെ റോബോട്ടിക് മെഷീൻസ് നമ്മുടെ വീടുകളിലെല്ലാം ജോലി ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം ഡോക്ടറായിട്ടും എല്ലാം വരും. ഇന്നത്തെ വാസ്തുജങ്ങളുണ്ട്. ഇന്നലെ ചൈനയിൽ റോബോട്ടിക് ഗെയിംസ് നടന്നു. യന്ത്ര മനുഷ്യൻ, അവരെ ഓട്ടം ചാട്ടം മനുഷ്യർ ചെയ്യുന്നവരുള്ള സംഗതികളെല്ലാം, പന്ത് കളിക്കുക, ഇതെല്ലാം ഗെയിംസ്, ബോൾ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം ഭയപ്പെടുന്നത് ഈ ഹ്യൂമാനിറ്റിയെ തന്നെ, ഈ മനുഷ്യനെ തന്നെ യന്ത്ര മനുഷ്യൻ, റോബോട്ട്സ് കൈയടക്കുമോ, നശിപ്പിക്കുമോ, ലോകത്തെ നശിപ്പിക്കുമോ എന്നാണ് പലർക്കും ഭയമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പലരും അതുകൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വാർഷിക ജേണലിൽ വന്ന ഒരു ഭാഗം വളരെ വളരെ ശ്രദ്ധിച്ച് ഞാനത് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നതാണ്, August 14, 2025. അതിന്റെ ടൈറ്റിൽ എംബ്രിയോ IQ സ്ക്രീനിങ്. ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോൾ മാനവരാശിയെ നശിപ്പിക്കുമെന്നും നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മലയാളത്തിലേക്ക് നിർമ്മിത ബുദ്ധി ആണെന്ന് തോന്നുന്നു. കണ്ടുപിടുത്തക്കാർ തന്നെ ഭയപ്പെടുന്നു. അത് നമ്മൾ മാനവരാശിയെ നശിപ്പിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇതിനെ അതിജീവിക്കുവാന് ബെൻസൺ ചിൽസൺ എന്ന മതമനുഷ്യൻ 6 വർഷങ്ങളായിട്ട് റിസർച്ച്, ഒരാളെ പിന്നെ ഇത് ഓഫ് ചെയ്തിട്ടില്ല, മ്യൂട്ട് ചെയ്തിട്ടില്ല, അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. തിൽസൺ എന്ന മതമനുഷ്യൻ 6 വർഷങ്ങളായി റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിൽ സ്മാർട്ട് ഹ്യൂമൻ, ഈ സ്മാർട്ട് മെഷീനെ ഈ നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്മാർട്ടായിട്ടുള്ള മനുഷ്യരെ, സൂപ്പർ ഹ്യൂമനെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനവരാശിക്ക് രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ മാതാപിതാക്കള് ഇപ്പം തന്നെ ഓൾറെഡി കഴിഞ്ഞു $50,000 മുതൽ ചെലവഴിച്ച് ജനറ്റിക് ടെസ്റ്റിംഗ് സർവീസ് മൂലം, ജനറ്റിക് ടെസ്റ്റിംഗ് IQ ടെസ്റ്റാ, എംബ്രിയോയുടെ IQ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരു കമ്പനി ഇങ്ങനെ കുഞ്ഞുങ്ങളെ സൂപ്പർ സ്മാർട്ട് ആക്കാൻ വേണ്ടി $5 ലക്ഷം വരെ ചാർജ് ചെയ്യുന്നു. ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവര് പറയുന്നത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് പൈസക്കാർക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ആൾക്കാരെ സൃഷ്ടിക്കാൻ, മറ്റുള്ളവർ സാധാരണക്കാരായിട്ട് ജീവിക്കും. ഒരു കാസ്റ്റ് ഡിവിഷനാണ് അവിടെ. അങ്ങനെ ഒരു പ്രശ്നവുമുണ്ട്. അത് പറയുന്നത് they choose the embryo with low reported risk of cancer. അപ്പം ക്യാൻസർ, ഞാൻ അന്ന് പ്രസ്താവിച്ചതുപോലെ ക്യാൻസറും അങ്ങനെയുള്ള ഈ പാരമ്പര്യമായിട്ട് വരുന്ന ദീനങ്ങളെല്ലാം അതിനെ അവോയ്ഡ് ചെയ്ത് DNA-യിൽ നിന്ന് മാറ്റിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പം അവര് പറയുന്നത് there are many traditional. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേറെ ഒരു കൂട്ടർ പറയുന്നത്, ഞാനും അതിനെ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ പുരാതനമായിട്ടുള്ള സംഗതികളുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും പഠിപ്പിക്കുക, പ്രത്യേകിച്ച് മിടുക്കരോടുകൂടെ ചെലവഴിക്കുക. നമുക്കതറിയാമല്ലോ, ഈ നമ്മുടെ കൂട്ടുകെട്ടാണ് ആൾക്കാരെ ബുദ്ധിമാന്മാരാക്കുന്നതും പഴപ്പിക്കുന്നതും. മോശമായ കൂട്ടുകെട്ടിൽ കുഞ്ഞുങ്ങൾ പഴച്ചു പോകും, നമുക്ക് എല്ലാ ബാഡ് ഹാബിറ്റ്സ് വരും. എന്നാൽ മിടുക്കന്മാരാണെങ്കിൽ അവരെല്ലാം ആ മിടുക്ക് രീതിയിൽ വരാനും, ഇത് എല്ലാം വരണമെന്നില്ല, ഇത് ആവറേജ് സംഗതിയാ പറയുന്നത്. അങ്ങനെ അത് ഈ HSU എന്ന് പറയുന്ന ജീനോമിക് പ്രഡിക്ഷൻ കമ്പനിയുടെ ഫൗണ്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശരിക്കും പഠിപ്പിക്കുക. ഞാന് ഇവിടെ എന്റെ അടുക്കൽ സ്റ്റഡിക്ക് വരുന്നതോട് ഞാൻ പറയും, ദൈവം നമുക്ക് എല്ലാവർക്കും സൂപ്പർ കമ്പ്യൂട്ടറാണ് തന്നിരിക്കുന്നത്. ഓർഗാനിക് പ്രശ്നം നമ്മുടെ ബ്രെയിൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. IQ കൂടുതലും കുറവുള്ളവരോട് ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിരാഷ്ട്രന്മാരുണ്ട്. എന്നാൽ എല്ലാവരും നമ്മളുടെ എല്ലാം സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതുപോലെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഇപ്പം തന്നെ സയന്റിസ്റ്റ് തന്നെ അവളുടെ ബ്രെയിനിൽ 5% മാത്രമേ ഉപയോഗിക്കുന്നുള്ളെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ജിംനേഷ്യത്തിൽ പോയി മസിൽ ബിൽഡ് ചെയ്യുന്നില്ലേ? അപ്പൊ ഒരു ദിവസമല്ല, വർഷങ്ങളോളം പോയാണ്. അതുപോലെയാണ് നമ്മൾ ബ്രെയിനും ആ നിലയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടർ വന്നാലും നമുക്ക് പ്രശ്നമില്ല, ഹ്യൂമൻ സർവൈവ് ചെയ്യുമെന്നാണ് അവിടെ പ്രസ്താവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് അവിടെ 3.5 വർഷം 1200 ദിവസം ഇസ്രായേലിന് കഠിനമായ പീഡനകാലം വരും. അപ്പൊ
അവിടെ അതിന്റെ അവസാനമാണ് യേശുക്രിസ്തു അവിടെ ബോസ്രായിൽ വന്നിട്ട് രക്ഷിക്കപ്പെടുത്തുന്നത്. അത് ഈ 3.5 കൊല്ലം കഴിയുന്ന ഉടനെ ഉള്ള ആ ഇസ്രായേൽ ജനം ആ അന്ത്യക്രിസ്തുവിന്റെ പീഡ മൂലം അവരെ പെട്രായിലേക്ക് പോകുമെന്ന് കണക്കാക്കുന്നു. ക്രയവിക്രയങ്ങൾ പോലും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാതെ പാലായനം ചെയ്യുക മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെ പീഡനം കൂടുമ്പോൾ ഇപ്പൊ വെളിപാട് 12 നമ്മൾ അത് കാണുന്നുണ്ട്. വെളിപാട് 12 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചായിട്ട് ഇസ്രായേൽ അന്ത്യക്രിസ്തുവിന്റെ മഹാപീഡനം കൊണ്ട് പെട്രായിലേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. റെവലേഷൻ 12 1 മുതൽ 6 വരെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. അതെ, അത് താങ്ക് യു വെരി മച്ച്. ഈ സ്ത്രീ ആരാ 1200 ദിവസത്തേക്ക് ഓടിപ്പോയത്? ആരെയാ കാണിക്കുന്നത്? നമ്മള് ഇസ്രായേൽ. താങ്ക് യു വെരി മച്ച്. അപ്പൊ അവിടെ ഇസ്രായേൽ ഓടിപ്പോയതിനെ കുറിച്ചാണ് ഇത് തന്നെ നമ്മൾ പഠിച്ചതില്ല. പിന്നെയും അത് നമ്മള് ശരിക്കും രൂഢമൂലമാകുവാൻ വേണ്ടി ഞാൻ വീണ്ടും വായിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം മറിച്ചും തിരിച്ചും ചോദിച്ചാലും പറയത്തക്ക പോലെ പഠിക്കുമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. 10-24 15 മുതൽ 22 വരെ ആ ഓടിപ്പോക്കിനെ കുറിച്ച് അവിടെയും എഴുതിയിട്ടുണ്ട്. അതുകൂടെ വായിച്ചാട്ടെ. 25 31 മുതൽ 46 വരെ. 24 15 മുതൽ 24 അല്ലേ? 24. ഓക്കെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലേക്കുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുക്കുവാൻ മടങ്ങി പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഓരോ ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അത്രേ ഉള്ളല്ലോ അല്ലേ? താങ്ക് യു വെരി മച്ച്. അവിടെ ഈ പെട്രായിലേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ രണ്ടിടത്തും വായിച്ചത്. വേറെ പലയിടത്തും ഉണ്ട്, നമുക്ക് സമയമില്ലല്ലോ. പുരാതന ഏദോമിന്റെ തലസ്ഥാനം ബോസ്രയായിരുന്നു. ബോസ്രായിക്ക് ആട്ടിൻ തൊഴുത്ത് എന്നാണ്, അല്ലെ ഷീപ്പ് ഫോർട്രസ് എന്ന് പറയും. 2 ബോസ്ര സിറ്റീസുണ്ട്. ഒന്ന് ബോസ്ര ബൈബിളില് ഉള്ളതില് ക്യാപിറ്റൽ ഓഫ് ഏദോമിന്റെ തലസ്ഥാനം ഏഷാവ് പാർത്ത സ്ഥലമാണ്. ഉൽപ്പത്തി 25 30 36 8 ആ കാര്യങ്ങൾ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് നമുക്കറിയാം. രണ്ടാമത് പരാമർശിച്ചിരിക്കുന്നത് മോവാബ് അവിടെയുള്ള ഈസ്റ്റ് ഓഫ് ദി ഡെഡ് സീ, ചാവുകടലിന് കിഴക്കായിട്ടുള്ള സ്ഥലത്താണ് അവിടെ ഇതിനെക്കുറിച്ച് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. യെരമ്യ 48-24. യെരമ്യാ പ്രവചനം 48-24. ഇന്നത്തെ ജോർദാനിലുള്ള ചാവുകടലിന്റെ തെക്ക് കിഴക്കായി 30 മൈൽ അകലെയാണ് ബോസ്ര സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ രാജാക്കന്മാർ ഇല്ലാതിരുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് വസിച്ചിരുന്നത് ബോസ്ര എന്നറിയപ്പെടുന്ന സെയീറിന്റെ വംശജനായ ഒരാളായിരുന്നു. അപ്പം ബോസ്ര എന്ന് പറയുന്ന ഒരാളിന്റെ പേരാണ് ഇത്. ഏദോമിന് ഇസ്രായേലിനോടുള്ള ചിരകാല ശത്രുത്വം ഒടുവിൽ ഏദോമിന്മേലുള്ള ന്യായവിധിയെ വിളിച്ചു വരുത്തും. പെട്രായുടെ പ്രത്യേകതകളെ കുറിച്ചും പുരാതന ഏദോം മേഖലയുടെ ചരിത്രത്തെക്കുറിച്ചും ഏദോം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ഏദോമിലെ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരെ ഇതിന്റെ ചരിത്രങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. BC 6-ാം നൂറ്റാണ്ടിൽ ഏശാവിന്റെ വംശനായ നെബാത്യർ ഈ സ്ഥലം കീഴടക്കി. 1-ാം നൂറ്റാണ്ട് വരെ
ഡമാസ്കസ് വരെയുള്ള വടക്കൻ മേഖല മുഴുവനും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഗ്രീക്കുകാരും റോമാക്കാരും ജോർദാനിലും ബോസ്ര മേഖലയ്ക്ക് ചുറ്റിനും വ്യാപകമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തി. റോമൻ കാലഘട്ടത്തിൽ പെട്ര, ബോസ്ര പ്രദേശങ്ങൾ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളായിരുന്നു. മഴയുടെ ദൗർബല്യത്താലും പ്രകൃതി വിഭവങ്ങളുടെ അഭാവത്താലും ഇന്ന് ഇവിടെ ജനവാസം കുറവാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ ഇസ്രായേലിൽ ടൂറ് പോകുന്നവരെല്ലാം ഇവിടെ പെട്രയിലും അവിടെ പോകാറുണ്ട് എല്ലാവരും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടോ? ഈ കേൾവിയിലുള്ളവരാരെങ്കിലും പെട്ര കണ്ടിട്ടുള്ളവരുണ്ടോ ഇസ്രായേലില്? ഞാൻ പോയിട്ടുണ്ട് പണ്ട് ഇസ്രായേലിൽ പോയപ്പോ, ജോർദാനിൽ ചെന്നിട്ട് അങ്ങോട്ട്. എങ്ങനെയുണ്ടത് കണ്ടിട്ട്? അതിന്റെ അത് ഭയങ്കര അത്ഭുതമാ കാണാൻ. അപ്പടി കേവ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ടൂർ ഗൈഡ് പറയുന്നുണ്ട് ഏതോ പേര് പണ്ട് ഇവിടെ താമസിച്ചിരുന്നാണെന്നും, അതുപോലെ ഹദദ് എന്ന് പറയുന്ന ഒരു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഹദദ് ഉണ്ടല്ലോ, ശലോമോന്റെ പ്രതിയോഗി. ഹദദ് അത് അവിടെ അതുവഴി പിന്നെ അവിടെ ആയിരുന്നെന്നും പറയുന്നത്. അതുകൂടാതെ ഷേബാരാങ്ങി ശലോമോനെ കാണാൻ പോയത് ആ റൂട്ടിലാണെന്നും. ഇവിടെ ഭാവിയില് ഇവർ വരുന്ന വല്ലതും അവർ മനുഷ്യൻ ചെയ്തോ? ഗൈഡ് വല്ലതും ഭാവിയില്? അതും അവര് മുസ്ലിംസ് അല്ലേ, അവരൊന്നും പറയത്തില്ല. മുസ്ലിങ്ങളാ? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഒരാളിലും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇനി ഭാവിയിൽ പോകുന്നവരുണ്ടെങ്കിൽ പെട്ര തീർച്ചയായിട്ടും കാണും. നമ്മൾ പഠിച്ചതാണ്. ബോസ്രായിക്ക് തെക്ക് കിങ്സ് ഹൈവേയില് 20 മൈൽ അകലെയാണ് നബാത്തിന്റെ തലസ്ഥാന പട്ടണമായ പെട്ര. ഈ പ്രദേശങ്ങളിലെ പാറകളിൽ കുത്തി ഉണ്ടാക്കിയ ശവകുടീരങ്ങളും വീടുകളും അനേകായിരങ്ങൾക്ക് താൽക്കാലിക പാർപ്പിടമായിട്ട് നമുക്ക് അവിടെ കാണാം. മൗണ്ട് ഹോർ പർവ്വതം ഇതിന്റെ സമീപമാണ്. മൗണ്ട് ഹോർ നമുക്ക് അറിയാവുന്ന ഇതാണ്. ഈ അഹരോന്റെ ഈ ചരമത്തെ കുറിച്ച് ഈ അഹരോനും മോശയും ഈ അവിടെ ലംഘനം മൂലം അവര് കനാൻ ദേശം കാണുകയില്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ അഹരോന്റെ മരണത്തെ കുറിച്ച്, ഹോർ പർവ്വതത്തെ കുറിച്ച് അത് അറിവിന് വേണ്ടി ഒന്ന് വായിച്ചു തരാം. സംഖ്യാപുസ്തകം 20-23-29 വരെ എങ്ങനെ അഹരോൻ മരിച്ചത് ഹോർ പർവ്വതത്തിൽ വെച്ചാണ്. അത് ഇതിനാണ് വളരെ അടുത്താണ്. സംഖ്യാപുസ്തകം 20-23-29. ഏദോം ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, അഹരോൻ തന്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തത് കൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. അഹരോനെയും അവന്റെ മകനായ എലയാസാരിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുവന്ന് അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസാരിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ചു, തന്റെ ജനത്തോട് ചേരും. മതിയല്ലോ അല്ലേ? അതെ. അപ്പൊ ഒന്ന് അത്ഭുതം. ഞാൻ അത് അല്പം ചിന്തിക്കുമ്പോ നമ്മള് ക്ലോസ് ആയിട്ടൊന്ന് വായിച്ചാല് മോശയും അഹരോനും പോയില്ലെന്ന് പറഞ്ഞു. അവിടെ മുകളിൽ ഹോർ പർവ്വതത്തിൽ കൊണ്ടുപോയി അവിടെ എലയാസറിനെ അവിടെ വാഴിച്ചു വസ്ത്രം കൊടുത്തിട്ട് അന്നേരം അന്നേരം തന്നെ മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം സൂപ്പർ നാച്ചുറൽ ആക്ഷൻ അവിടെ കാണുന്നുണ്ട്. അതുകൂടെ വായിക്കാൻ 2 വാക്യം കൂടി ഉണ്ട്. വായിക്കണോ അതോ മതിയോ? അത് 29 വരെ വായിച്ചായിരുന്നോ? ഇല്ല 2 വാക്യം കൂടി ഉണ്ട്. ഓക്കെ. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസാരിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലയാസാരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹരോൻ മരിച്ചുപോയി എന്ന് സഭയെ എല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും അഹരോനെ കുറിച്ച് 30 ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു. അത് മതി. അപ്പൊ ഇത് ഒരു പ്രത്യേക ഒരു യുണീക്ക് മരണമാണ്. ആ പറഞ്ഞ കയറി ചെന്ന് അവിടെ ആ പറഞ്ഞ സെക്കൻഡില് മരിച്ച അങ്ങനെയുള്ള മരണം വേറെ ഞാൻ ഓർക്കുന്നില്ല. അതും ഇതിന്റെ സ്ഥലത്താണ്. അന്തിക്രിസ്തുവിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷ തേടി പാലായനം ചെയ്യുന്ന യഹൂദ ശേഷിപ്പിന് ദൈവം ഇവിടെ സുരക്ഷ നൽകും. അപ്പൊ ദാനിയേൽ 11:41 അത് കാണുന്നുണ്ട്. ഇസ്രായേൽ മഹാപീഡനത്തിന്റെ ഒടുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ ദൈവം യോർദാനിൽ സങ്കേതം ഒരുക്കുന്നതാണ്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ജേക്കബ്സ് ട്രബിൾ എന്ന് പറയും. മഹാപീഡനത്തെ കുറിച്ച് പറയുന്ന വേറൊരു വേർഡാണ്. സമയത്ത് ഇസ്രായേൽ ജനത്തിന് ലഭിക്കുന്ന ഈ സുരക്ഷിത താവളത്തെ കുറിച്ച് യെശയ്യാവും പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 26-20-21 കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഇത് അവിടെയും അത് പ്രസ്താവിച്ചിട്ടുണ്ട്.
എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയുമില്ല. താങ്ക് യു വെരി മച്ച്. അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്, മഹാപീഡനത്തിന്റെ ഒടുവിലത്തെ പകുതിയിൽ ദൈവം ഒരുക്കുന്ന ഈ സുരക്ഷിത സ്ഥലത്തെ ഭൂമിയിൽ മറ്റൊരു സുരക്ഷിത സ്ഥാപനം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ഏറ്റവും അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഭൂമിയിൽ ഈ ഒരു സ്ഥലം മാത്രമാണ്. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ള അവിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് വെളിപാട് 6:12-17 അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ 6-ാം മുദ്ര പൊട്ടിക്കുന്നത് 6-7 മുദ്ര പൊട്ടിക്കാനുള്ള ബന്ധത്തിലാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളിപാട് 6:12-17 വരെ ആ മഹാപീഡന കാലത്ത് അവിശ്വാസികൾക്ക് വരുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. റെവലേഷൻ 6:12-17. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറുകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവന്റെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. താങ്ക് യു. കുഞ്ഞാടിന്റെ കോപം ആർക്ക് നിൽക്കാൻ കഴിയും? ആ മഹാപീഡനമാണത്. അത് അവിശ്വാസികൾക്ക് അയ്യോ കഷ്ടം. 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപാട് 9-ന്റെ 6-ാമത്തെ കാഹളം 6-ാം കലശത്തിന്റെ വളരെ ഭീകരമായ മറ്റൊരു വിവരണമാണ്. ഈ ഒരേ സംഭവം പല സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ 7-ാമത്തെ കലശം ഊതുന്നത് അവിടെ നമ്മൾ 16-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റെവലേഷൻ 16:17 മുതൽ 21 വരെ വായിക്കുക. 7-ാമത്തെ കലശം അതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അവിടെ ഇപ്പൊ 4 ആഴ്ചയായിട്ട് നമ്മൾ ഈ 16-ാം അധ്യായമാണ് പഠിക്കുന്നത്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് 5-ാമത്തെ ആഴ്ചയാണ് ഈ 16-ാം അധ്യായം. ഇതിനോടുകൂടി ഈ പഠിത്തത്തോടെ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. റെവലേഷൻ 16:17 മുതൽ 21 വരെ. 7-ാമത്തവൻ തൻ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നുവെന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം ബാബേലിനു കൊടുക്കേണ്ടതിനെ അവളെ ദൈവസന്നിധി ഓർത്തു. സകല ദ്വീപ് ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൂഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഒന്ന് ഞാൻ ചിന്തിക്കാതെ പറഞ്ഞപ്പോൾ 100 പൗണ്ടുള്ള ഈ കല്ലുകളും മേളിൽ നിന്ന് നമ്മുടെ മണ്ടയിലോട്ട് വീഴുകയാണെങ്കിൽ എന്തോ ആയിരിക്കും അവസ്ഥയെ. അപ്പൊ എന്തോ ഒരു ഭീകര അവസ്ഥയാണ്. അത് തന്നെ സെക്രട്ടറി പ്രകാരം 14:1 മുതൽ 3 വരെ കാണുന്നുണ്ട്. യേശുക്രിസ്തു ഇവിടെ വരുന്നതിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടറി 14:1 മുതൽ 3 വരെ. അവൻ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്ന പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും.
എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. എത്ര വരെ വായിക്കാൻ അത് മതി. അപ്പൊ അവിടെ നമ്മളും കൂടെ വരുമെന്നല്ലേ അവിടെ ഇപ്പം വായിച്ചിരിക്കുന്നേ. അപ്പൊ തുടർച്ചയായി 3 ന്യായവിധിയുടെ അവസാനത്തിലും ദൈവാലയം കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്നാൽ ഇതിന് ശേഷം വെളിപാടില് ഇത് ദേവാലയം കാണുന്നില്ല. കാരണം പുതിയ ആകാശത്തിൽ ദേവാലയം ഉണ്ടായിരിക്കുകയില്ല. പുതിയ ആകാശം പുതിയതെന്ന് വിചാരിക്കുന്നു. ഈ മഹായുദ്ധം ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ഭൂമിയിലെ സകല പട്ടണങ്ങളും നിലം പതിക്കും. ഇപ്പൊ വായിച്ചാൽ യെരുശലേം തന്നെ എത്രയായിട്ട് തിരിയുമെന്നാണ് അവിടെ വായിച്ചിരിക്കുന്നേ. ഇപ്പം വായിച്ച എത്രയായിട്ടാണ്? അപ്പൊ വലിയൊരു താഴ്വരയും ഉണ്ടാകും. 3 അംശമായി പിരിഞ്ഞു. 3 അംശമായിട്ട് പിരിഞ്ഞു. വലിയൊരു താഴ്വരയും ഉണ്ടാകും അല്ലേ. ഈ വലിയൊരു ഭൂകമ്പം അവിടെ യേശുക്രിസ്തു വരുമ്പോ അവിടെ ഭൂകമ്പമാണ് ഇത് സംഭവിക്കുക. ഈ ഭൂകമ്പം ഒരു ഒന്നുകിൽ സ്വാഭാവികം അല്ലെങ്കിൽ അന്ന് ഒരു വിസ്ഫോടനമോ യേശുക്രിസ്തു വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ലണ്ടനും പാരീസും റോമും ന്യൂഡൽഹിയും ബെർലിനും ന്യൂയോർക്കും എല്ലാം താഴെ വീഴാൻ പോവുകയാണ്. എല്ലാ നഗരവും ന്യായവിധിയിൽ തകർപ്പെടും. പിന്നെ അവിടെ ദ്വീപുകളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ദ്വീപുകളെല്ലാം ഇല്ലാതായിത്തീരും. ഈ ദ്വീപുകളൊക്കെ ഓടിപ്പോകും. ദ്വീപുകൾ ഓടിപ്പോകും. അപ്പൊ ഇത് തന്നെ അവിടെ കഴിഞ്ഞ ദിവസം കണ്ടു. എവറസ്റ്റിന്റെ മണ്ടയിൽ ചെന്നപ്പോ അവിടെ ഈ സമുദ്രത്തിന്റെ അടിയിലുള്ള ഈ മറൈൻ ഈ മത്സ്യങ്ങളുടെ ഒക്കെയുള്ള ഭാഗങ്ങൾ അതിന്റെ മുകളിൽ കണ്ടെന്ന്. അതിന്റെ അർത്ഥം പിന്നെ ഫേസ്ബുക്ക് ഞാൻ ഇട്ടപ്പം വേൾഡ് വൈഡ് പ്രവർത്തനം ഇട്ടപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു എന്റെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് വിശദീകരിച്ച് ബൈബിളിൽ ഇല്ല. എന്നാൽ അവിടെ ഈ നോഹയുടെ ജലപ്രളയ സമയത്ത് വലിയ കാറ്റക്ലിസ്മിക് ഈ ഭൂഖണ്ഡങ്ങളെല്ലാം വെവ്വേറെയായിട്ട് തിരിഞ്ഞതും അങ്ങനെ അടിയിൽ നിന്ന് മുകളോട്ട് പിന്നെ ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ ഉണ്ടായതായിരിക്കാം. അതുകൊണ്ടാണ് ആ കടലിന്റെ അടിയിൽ നിന്ന് പോയി മൗണ്ട് എവറസ്റ്റിന്റെ മണ്ടയില് കടലിന്റെ അടിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ. അപ്പൊ ഇവിടെ വരുമ്പം ഈ പർവ്വതങ്ങളും എല്ലാം അന്നില്ലാതായി തീരും. പർവ്വതങ്ങളും പോവും, പിന്നെ ദ്വീപുകളും ഒക്കെ ഇല്ലാതായി തീരും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ വെളിപാട് 16:19 വായിച്ചേര്. മഹാനഗരം 3 അംശമായി പിരിഞ്ഞ് ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബേലിനോട് ബാബേലിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. താങ്ക് യു. അന്നേരം മറ്റിടത്തും വായിച്ച് 3 തിരിയുമെന്നുള്ളതല്ല, അത് ചെയ്യുന്നതല്ല ഇവിടെ കാണണ്ടേ. ഭൂപ്രകൃതിയുടെ വ്യത്യാസം ഈ പട്ടണത്തെ അപ്പം ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവിടെല്ലാം അവിടെ റീഅറേഞ്ച് ചെയ്യാണ്. ഭൂമിയുടെ സംഗതികളെല്ലാം ജിയോഗ്രഫിക്കലി അവിടെ റീഅറേഞ്ച് ചെയ്യാണ് കർത്താവായ യേശുക്രിസ്തു വരുമ്പം. അപ്പൊ അവിടെ വരുമ്പോഴ് യുദ്ധത്തിന് വരുമ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ തലവൻ എന്ന സ്ഥാനം അന്തിക്രിസ്തുവിന് നഷ്ടമാകും. ഇവിടെ ഈ പാശ്ചാത്യ കൊലീഷനിലെ ഒരംഗമായിരിക്കും ഇവിടെ അമേരിക്കയും ഒക്കെ. അമേരിക്കയെ കുറിച്ച് ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഏഷ്യൻ കൂട്ടുകെട്ടിനെതിരായി അന്തിക്രിസ്തു അവിടെ പടിഞ്ഞാറ സംഘത്തിന്റെ പ്രധാന വഹിക്കും. ആ നിലയിലായിരിക്കും അവിടെ അവസാനത്തെ യുദ്ധം, അവിടെ ആർമഗദോൻ യുദ്ധം നടക്കുന്നത്. 200 മില്യൺ ആർമി കിഴക്കേ രാജാക്കന്മാർ, ചൈന, ഇന്ത്യ അങ്ങനെയുള്ള ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വരും. വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഏകദേശം 100 മില്യൺ ആൾക്കാർ മെഗിദൂതാഴിപ്പുഴയിൽ കൂടും. ആർമഗദോൻ യുദ്ധം നടക്കും. അതിന്റെ അവസാനമാണ് ഇതെല്ലാം യേശുക്രിസ്തു വന്നെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് അവിടെ തയ്യാറാകുന്നത്. ഈ ഭൂപ്രകൃതിയുടെ മാറ്റങ്ങളെല്ലാം അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത് കഴിഞ്ഞിട്ട് 1260 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 35 ദിവസം കൂടെ കാണുന്നുണ്ട്. അതെന്നാന്ന് പലരോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇതെല്ലാം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയെ ദൈവം യേശുക്രിസ്തു അവിടെ പ്രിപ്പയർ ചെയ്യുകയാണ്. എക്സ്ട്രാ ഡേയ്സ് അവിടെ കാണുന്നത്. അപ്പൊ എക്സാക്ട് ഡേറ്റ് ദാനിയേൽ പ്രവചനത്തിൽ ഓർക്കുന്നില്ല. 1360 ഏതാണ്ട് ദിവസമാണെന്ന് തോന്നുന്നു. അപ്പം ഈ 1260 ദിവസവും നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട്. ചില ദിവസങ്ങളുടെ വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ ചെയ്ത് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാനുള്ളത് ഈ സംഭവങ്ങൾ കാണുമ്പോൾ ആദ്യം താമസിയായ കർത്താവ് യേശുക്രിസ്തു വരവ് സമീപമായിരിക്കുകയാണ്. നമ്മൾ ഈ 24-ാം സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ അവിടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ആ 24-ാം സങ്കീർത്തനത്തിൽ വായിച്ചപ്പം 3-ാം വാക്യം
ഇനി എന്റെ ശ്രദ്ധയിൽ ഒന്ന് അത് തുറന്നു വെച്ചപ്പോ 3 നാൾ യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശ്വസ്തള്ള താഴ്ന്നു. എന്തോ കേൾക്കാമല്ലോ അല്ലേ? യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആറ് നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. അപ്പം ഹൃദയ പരമാർത്ഥത ഈ വിശ്വാസികളും അങ്ങനെയുള്ളവര് ആണ് അവിടെ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറുന്നത്. അവിടെ 27 സംഘത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഭയഭക്തിയോടുകൂടെ ജീവിക്കുക. കർത്താവായ യേശുക്രിസ്തു വേഗം വരും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് ഗെയിംസും ഒക്കെ ചൈനയിലൊക്കെ കിടന്ന് ഭാവിയില് ഇതെല്ലാം എന്തൊക്കെയാണ് വരുന്ന അടുത്ത 4-5 കൊല്ലത്തിനകം വലിയ വിപ്ലവമാണ് നടക്കാൻ പോകുന്ന കമ്പനികളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടെല്ലാം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 5 മിനിറ്റേ ഉണ്ട്. 16-ാം അധ്യായം ഇവിടെ കൺക്ലൂഡ് ചെയ്തിരുന്നു. ദൈവം അന്വേഷിച്ചാൽ 17-ാം അധ്യായം മുതൽ വരുന്ന ആഴ്ച നമുക്ക് പഠിക്കാം. എന്തെങ്കിലും ഇനിയും ചോദിക്കാനോ കമന്റ് വല്ലതും നിങ്ങൾക്ക് പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. അല്ലേ ഞാൻ ഈ ഓബദ്യാവിന്റെ പ്രവചനത്തില് പാറകളുടെ പിളർപ്പിൽ വസിക്കുന്നവർ ആയുള്ളവരെന്നൊരു ഉണ്ടല്ലോ, അത് ഈ പെട്രായി താമസിക്കുന്ന ഏതോമിനെ കുറിച്ചാണോ? പറഞ്ഞ നന്നായി പോയി. അത് ഇത് പോസിബിൾ. ഇത് ഈ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ഈ ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ള നമ്മൾ ഈ അരമണിക്കൂറിനകം ഇതെല്ലാം എടുത്ത് വായിക്കാനും റെഫറൻസ് ഇല്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഉദാഹരണം പറഞ്ഞത് 24-ാം സംഘത്തിൽ എന്റെ റഡാറിലുള്ളതല്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് അത് എന്റെ റഡാറിൽ വന്ന് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിനെ ഇപ്പം നമ്മള് 3ആയിട്ട് തിരിയുന്ന വെളിപാട് പുസ്തകത്തിലും സെക്രട്ടറിയാലും വായിച്ചില്ല യെരൂശലേം എന്ന് പറയുന്ന പോലെ അനവധി വാക്യങ്ങൾ ഓരോ സംഭവത്തിന് പല സ്ഥലങ്ങളിലുണ്ട്. അതെല്ലാം ഇത് പ്രൈവറ്റ് സ്റ്റഡിയിൽ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അത് ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം അത് വെരി പോസിബിൾ. അതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞ പോലെ ഞാൻ വായിച്ചാലേ അത് മനസ്സിലാകും. അപ്പോൾ നമ്മള് ഈ ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ ഡോക്ടറലി ഇതാ ശരിയെന്നും പറഞ്ഞ് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ലോജിക്കൽ കൺക്ലൂഷൻ, എന്റെ ആ 57 വീഡിയോ കാണുകയാണെങ്കിൽ പുതിയ ഭൂമിയെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി പുതിയ ഈ വാനഗോളങ്ങളെ കുറിച്ചും ഈ സൗരയൂഥങ്ങളെ കുറിച്ചൊക്കെ ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്റെ പാർട്ട്ണർ അലക്സാണ്ടറും പറഞ്ഞ് വളരെ ലോജിക്കലാണ് പറഞ്ഞത്. ബൈബിൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും വി ക്യാൻ മേക്ക് സം ലോജിക്കൽ കൺക്ലൂഷൻസ്. അത് ബൈബിളിനെ ഉപദേശത്തെ കോൺട്രഡിക്ട് ചെയ്യുന്നതായിരിക്കരുത്, വളരെ വല്ലാത്ത രീതിയിലുമായിരിക്കരുത്. ലോജിക്കൽ കൺക്ലൂഷൻസ് പലതിലും ചെയ്യാം. അത് നമ്മൾ വചനം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ വരുന്നാഴ്ച 17-ാം അധ്യായം നമുക്ക് ദൈവാന്വേഷിച്ചാൽ പഠിക്കാം. മഹദിയാം ബാബിലോൺ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ബാബിലോണിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇപ്പം കുറെ നാള് മുമ്പ് ഫേസ്ബുക്കിൽ എങ്ങാണ്ട് ഒരു പോസ്റ്റ് കണ്ട്, ഒലിവുമല ചെറിയ പിളർപ്പുകൾ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അന്ന് എല്ലാവർക്കും ഭയങ്കര ആൾക്കാരെല്ലാം പാനിക്കായിരുന്നു. അത് ഇത് പാനിക്ക് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതിപ്പോ ഇവിടെ 1980 ഞങ്ങൾ ഇന്ത്യ അവിടെ അസംബ്ലി ഇവിടെ ഒരു കൺവെൻഷൻ നടത്തി. അപ്പൊ അവിടെ എന്റെ തെക്കൻ ആക്കാൻ പറയുന്ന പ്രസംഗം ഇപ്പോഴും ഉണ്ട്, ഏകേവറീസ് ചെയ്തിരിക്കുന്ന. അപ്പം അവിടെ ഒരു ഹോട്ടൽ പണിയാൻ ഇതിപ്പം പിന്നെ അവിടെ ഒരു പാറ കണ്ടു, അവിടെ ഒരു പിളർപ്പ് കണ്ടു അവിടെ എന്നും പറഞ്ഞ. ഇത് പണ്ട് 60s-ലും 70s-ലും ഉള്ള ഇതാണ്. ശരിയായിരിക്കാം, പക്ഷെ ഇത് കൂടുതൽ സെൻസേഷനലൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാര് അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അത് ശരിയായിരിക്കാം, പക്ഷെ ആ കാര്യങ്ങള് നേരത്തെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ പ്രസംഗിച്ചിട്ടുമുണ്ട്, വെബ്സൈറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സെൻസേഷനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ചിലർ പറയും നാസാലെ കമ്പ്യൂട്ടർ യോശുവയുടെ നഷ്ടപ്പെട്ട ഒരു ദിവസം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞു. അതും വായിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരിക്കല് 1960s-ല് ഞാൻ നാട്ടിലായിരുന്നപ്പോ സിയോൻ കാഹളത്തിലാ കണ്ടത്. സിയോൻ കാഹളത്തിൽ കണ്ടു, അത് വായിച്ചു. അപ്പം അത് വലിയ ഇതാണ്. ഒരിക്കൽ ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞാന്ന് കൊളോണിയൽസി വന്നപ്പം ഒരു ബ്രദർ ഒരു പേപ്പർ കൊണ്ടുവന്ന് റൈറ്റപ്പ് ജോഷുവായുടെ പിന്നെ അന്ന് കാണാതെ പോയ ഒരു ദിവസം നാസയുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. പിന്നെ വേറെ ഇസ്കിയാവിന്റെ ഇതുണ്ടല്ലോ 1 മണിക്കൂർ, അത് 24 മണിക്കൂർ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചെന്നും പറഞ്ഞു. അപ്പൊ അന്ന് ബുധനാഴ്ചയായിരുന്നു, പുറകോട്ട് പോയി. അന്ന് ബുധനാഴ്ചയായിരുന്നു കൊണ്ടുവന്നത്. ഞായറാഴ്ച ഞാനാ പ്രസംഗിച്ചത്. അപ്പൊ ഞാൻ എല്ലാവരോടും വാണിച്ചു, ഇത് വളരെ ഹോക്സ് ആണ്, ദൈവത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു സംഭവം നാസ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നമ്മുടെ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വേദോത്സവം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കഥകളാണ്.
നാസ ഇല്ല, അതങ്ങനെ ഒരു സംഭവമേ ഇല്ല. വളരെ ഇതിങ്ങനെ ഒത്തിരി ഹോക്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ യേശുക്രിസ്തുവിന് ഒരു സഹായം, എന്റെ സഹായവും നമ്മുടെ ആളുടെ സഹായം ആവശ്യമില്ല. വചനം അപ്പൊ വചനം ശരിയാണെന്ന് ഞാൻ ചില കെട്ടുകഥകള് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഒത്തിരി ലോകത്തിലെ മുഴുവൻ 5 വൻകരയിലും ഉള്ള ക്രിസ്ത്യാനികൾ അമേരിക്കയിലും ഉണ്ട്, ഇന്ത്യയിൽ കൂടുതലായിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ സഹായിക്കുക. he doesn't need any help. അതിനുവേണ്ടി കണ്ടില്ലേ, ബൈബിള് സയൻസുമായിട്ട് യോജിക്കുന്നു, അതിനെതിരല്ല. കണ്ടില്ലേ, ഞങ്ങളുടെ ബൈബിളിലുണ്ട് നാസയുടെ സയൻസിലെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു 24 മണിക്കൂർ നഷ്ടപ്പെട്ടത്. അത് ഹോക്സ്, അതിനെ ഹോക്സ് എന്ന് പറയും. അത് നമ്മൾ അതുകൊണ്ടാണ് ഭൂമി ഈ റൊട്ടേഷൻ റിവോൾവ് ചെയ്യുമ്പം ഈ 365 ദിവസമാ ഒരു വർഷം. അത് ഈ ലീപ് ഇയർ ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. 18 മണിക്കൂർ യൂസയുടെ സമയത്ത് സൂര്യൻ നിശ്ചലമായിട്ട് നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കഥകൾ ധാരാളം വരും, ഭാവിയിലും വരും. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. സോ ദൈവനാമം. അത് ഇത് പണ്ട് വന്ന ആർട്ടിക്കിൾസ് ആണെങ്കിലും ഇപ്പോഴും ഇതെല്ലാം പിന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് വായിക്കുന്ന കുറച്ച് ഞാൻ സിയോൻ കാലത്തിന് 60 കണ്ടത് ഇവിടെ ഊഷ്ണി വന്നപ്പോഴ് 2000 കഴിഞ്ഞ ആഫ്റ്റർ 2000 ഞാൻ അത് ഒരു വലിയൊരു ആർട്ടിക്കിളായിട്ട് കണ്ടു എന്നുള്ള. അപ്പം യു ആർ റൈറ്റ്, അത് റീസൈക്കിൾ ചെയ്തോണ്ടിരിക്കുക ആൾക്കാർ. അവർക്ക് അറിഞ്ഞുകൂടാല്ലോ, അവർ കണ്ടില്ലേ, ഉടനെ അങ്ങ് വിശ്വസിച്ച് കണ്ടില്ലേ നാസയുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നാസയുടെ വെബ്സൈറ്റുകളുണ്ടോ? ഉള്ളതുമില്ല. അത് റീസൈക്ലിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഫോളിഷ്നെസ്. ഇനി അതുകൊണ്ട് നമ്മൾ സാത്താന്റെ കെണിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുകയാണെന്ന് വരുന്നാഴ്ച കാണാമെന്നാലും. താങ്ക് യു. താങ്ക് യു. വെൽക്കം.